കേളത്ത് അരവിന്ദാക്ഷ മാരാരെ അനുസ്മരിച്ച് കേളത്ത് സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷ മാരാർ അനുസ്മരണവും സൈന്ധവ കലാപീഠത്തിന്റെ 3ാം വാർഷികവും നടന്നു. എഴുത്തുകാരനും പ്രഭാഷകനുമായ NP വിജയകൃഷ്ണൻ കേളത്ത് അരവിന്ദാക്ഷ മാരാരുടെ മേള ജീവിതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഈ മനുഷ്യൻ ആര് എന്ന ഒരു ചോദ്യം മാത്രമാണ് അവശേഷിച്ചത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ എന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം അന്വേഷിച്ചത് എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആണ് അതിൽ സ്വയം അറിയാതെ ഈ ആത്മാവിഷ്കാരം ഒരു തുരീയ ആനന്ദത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു ആത്മാവിഷ്കാരത്തെ തുരീയാനന്ദത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ കേളത്ത് അരവിന്ദാക്ഷ മാരാർ മേളം കൊട്ടുകയാണ്. മേളം ഒരു സംഘകലയാണ്, പഞ്ചവാദ്യം സംഘകലയാണ്. പക്ഷെ പഞ്ചവാദ്യത്തിൽ ആ 5 വാദ്യങ്ങൾ കൊട്ടുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ സർഗാത്മകതയ്ക്ക് ഇടം ഉണ്ട്. മേളത്തിൽ അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു സർഗാത്മകത ആഘോഷിക്കാനുള്ള അവസരം ഇല്ല. വക കൊട്ടുമ്പോഴൊക്കെയാണ് ആ മേള കലാകാരൻ്റെ സർഗ വൈഭവം പുറത്ത് വരുന്നത്. മേള കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹം പ്രമാണിയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ, വലത്തെ കൂട്ടായോ ഇടത്തെ കൂട്ടായോ നിൽക്കുക, തുടർന്ന് പ്രമാണിക്കുക. ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ, തിരുവമ്പാടി മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, KG ശശിധരൻ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ സംസാരിച്ചു. പുത്തൻവേലിക്കര വിജയൻ മാരാർ അധ്യക്ഷത വഹിച്ചു. UT പ്രേമനാഥ് സ്വാഗതവും അബിൻ തൃക്കുലശേഖരപുരം നന്ദിയും പറഞ്ഞു.